ധ്യാനിക്കുമ്പോ ഹല്ലേലൂയ. മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 51-ാം സങ്കീർത്തനം 7-ാം തിരുവചനം. ഹിസോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ. സങ്കീർത്തകനായ ദാവീദ് വിശുദ്ധ ജീവിതത്തിനു വേണ്ടി കർത്താവിനെ വിളിച്ച് കരയുകയാണ്. എന്റെ ദൈവമേ, ഹിസോപ്പ് കൊണ്ട് എന്നെ പൗത്രീകരിക്കണമേ. ഈ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. ഈ ലോകത്തിന്റെ സകലവിധ കറകളിൽ നിന്നും നമ്മൾ കഴുകി വൃത്തിയാക്കപ്പെടുവാൻ, നമ്മുടെ ആത്മാവും മനസ്സും ശരീരവും മുഴുവൻ ദൈവവചനത്തിന്റെ ശക്തിയാൽ ശുചീകരിക്കപ്പെടുവാൻ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ദൈവസന്നിധിയിൽ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുന്നു. അനേകമായിരങ്ങളിലേക്ക് വിശുദ്ധിയുടെ ആത്മാവായി പരിശുദ്ധാത്മാവ് കത്തിപ്പടരുന്ന സമയമാണിത്. അശുദ്ധിയുടെ ബന്ധനങ്ങളിൽ നിന്ന്, തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന്, എല്ലാവിധ പാപക്കറകളിൽ നിന്നും ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ശുദ്ധീകരിക്കുന്ന സമയം. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. വിശുദ്ധിയുടെ ആത്മാവായി, വിശുദ്ധിയുടെ ആത്മാവായി പതിനായിരങ്ങളിൽ കത്തിപ്പടരണമേ. ഞങ്ങളുടെ വ്യക്തിജീവിതങ്ങളെയും കുടുംബങ്ങളെയും വചനത്താൽ കഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ഇത് ദൈവകൃപയുടെ മണിക്കൂറുകളാണ്. അനേകമായിരങ്ങളിലേക്ക് വിശുദ്ധീകരിക്കുന്ന അഭിഷേകമായി പരിശുദ്ധാത്മാവ് ചലിക്കുന്ന സമയം. പ്രിയ സഹോദര സഹോദരി, എല്ലാം മറന്ന് ഹൃദയം തുറന്ന് നമ്മുടെ മധ്യ വെളിപ്പെടുന്ന ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പാടി സ്തുതിക്കുന്നു. Worship Lord. ശക്തിധനാഭിഷേകം, അഗ്നിധനാഭിഷേകം, വിശുദ്ധിധനാഭിഷേകം, ദാസരിലേഖനമേ. ചേർന്ന് പാടാം. കർത്താവേ പകരുക, പതിനായിരങ്ങളിലേക്ക് പകരുക. വിശുദ്ധിയുടെ അഭിഷേകത്താൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ഹല്ലേലൂയ. യേശുനാഥന്റെ വാഗ്ദാനമേ, സ്വർഗീയ ചൈതന്യമേ. കർത്താവേ, പതിനായിരങ്ങളിലേക്ക് ഞങ്ങളുടെ മഹത്വത്തെ വെളിപ്പെടുത്തണമേ. ത്രിത്വത്തിൽ മൂന്നാമനാം ദൈവമേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ വരിക, വരിക, ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കരങ്ങൾ ഉയർത്തിയടിച്ച് ശക്തിധനാഭിഷേകം, അഗ്നിധനാഭിഷേകം, വിശുദ്ധിധനാഭിഷേകം, ദാസരിലേഖനമേ. പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. ഈ സ്തുതി ആരാധനയിൽ ദൈവശക്തി പ്രകടമാക്കണമേ. ഗ്ലോറിയ, ഗ്ലോറിയ. ലോർഡ് ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ഒരിക്കൽ കൂടെ ചേർന്ന് പാടുന്നു. ശക്തിധനാഭിഷേകം, അഗ്നിധനാഭിഷേകം, വിശുദ്ധിധനാഭിഷേകം, ദാസരിലേഖനമേ. പരിശുദ്ധാത്മാവേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ. കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങളിലേക്ക് പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാസരിലേഖനമേ. പതിനായിരങ്ങളിലേക്ക് പകരുക. ദാസരിലേഖനമേ.
കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മെ വിശുദ്ധീകരിക്കുന്നവനായ പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. ഈ സ്തുതി ആരാധനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ജനലക്ഷങ്ങളെ കത്തിപ്പടരണമേ. ദൈവവചനത്തിന് അത്ഭുത ശക്തിയാൽ ഓരോ വ്യക്തിയെയും വിശുദ്ധീകരിക്കണമേ. ഓരോ കുടുംബത്തെയും കഴുകണമേ. ഹബിയാല, ഹബിയാല, ഹബിയാല. പാപബന്ധനം അഴിഞ്ഞു മാറട്ടെ. ലോകത്തിന്റെ കറയിൽ നിന്ന്, അശുദ്ധിയുടെ കറകളിൽ നിന്ന്, പാപത്തിന്റെ കറകളിൽ നിന്ന്, അനീതിയുടെ കറകളിൽ നിന്ന്, മ്ലേച്ഛതയുടെ കറകളിൽ നിന്ന്, അവിശ്വാസത്തിന്റെ ബന്ധനത്തിൽ നിന്ന് പതിനായിരങ്ങളെ സ്വതന്ത്രമാക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. യേശു ക്രിസ്തുവിന്റെ കറയില്ലാത്ത രക്തത്താൽ ലോകത്തിന്റെ സകല കറകളിൽ നിന്നും ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. വെള്ളവസ്ത്രം ഞങ്ങളെ ധരിപ്പിക്കണമേ. ഈ ലോകത്തിൽ വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപ നൽകണമേ. നിത്യതയിൽ കണ്ണുറപ്പിക്കുവാനുള്ള അഭിഷേകത്താൽ പതിനായിരങ്ങൾ അനുഗ്രഹിക്കണമേ. ബ്ലസ്, ബ്ലസ് ലോർഡ്. പരിശുദ്ധമേ, ഞങ്ങളെല്ലാവരും വിശുദ്ധീകരിക്കപ്പെട്ട ജീവിതങ്ങളായി മാറുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. ഈ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധിക്കുള്ള പ്രതിഫലത്തെക്കുറിച്ചാണ്. വിശുദ്ധിക്കുള്ള പ്രതിഫലം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 22-ാം തിരുവചനം. ദൈവത്തിന്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവർ അറിഞ്ഞില്ല, വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല. ഈ വചനത്തിലൂടെ നമ്മോട് എന്താണ് കർത്താവ് സംസാരിക്കുന്നത്? വളരെ പ്രാധാന്യതയുള്ള തിരുവാക്യമാണിത്. ദൈവത്തിന്റെ ലക്ഷ്യങ്ങൾ അവർ അറിഞ്ഞില്ല, വിശുദ്ധ ജീവിതത്തിന്റെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല. ഇന്ന് അനേകം ആയിരങ്ങളുടെ ദുരാവസ്ഥയാണ് ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഈ കാലഘട്ടത്തിന് പ്രത്യേകത എന്താ? ആധുനിക മനുഷ്യൻ കാൽവെന്ത നായയെ പോലെ ഈ ലോകം വെശിനീട്ടി തരുന്ന സുഖലോലുപത അനുഭവിക്കുവാൻ പരക്കം പായുകയാണ്. ജീവിതം ഒന്നേയുള്ളൂ, അത് ആസ്വദിക്കണം, അത് എൻജോയ് ചെയ്യണം. അതിനുവേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു തലമുറയിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഇവിടെയാണ് ഈ വചനത്തിൻ്റെ പ്രസക്തി വെളിപ്പെടുന്നത്. വിശുദ്ധ ജീവിതത്തിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല. ഇന്ന് അനേകർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, വിശുദ്ധ ജീവിതമോ? ആർക്ക് വേണത്? അത് വെറും പാഴല്ലേ, ബോറിംഗ് ആയിട്ടുള്ള ജീവിതം. അത് ഏതാനും വ്യക്തികൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതാണ്. എന്താ ഇതിന് കാരണം? പിശാച് വളരെ തന്ത്രപരമായി ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ജഡമോഹങ്ങളിൽ കുടുക്കി നിത്യതയെ സാത്താൻ മറയ്ക്കുകയാണ്. ജഡത്തിൽ കുടുക്കിക്കളഞ്ഞ് അനേകരിൽ നിന്ന് നിത്യതയെ മറയ്ക്കുന്നു. ഈ ലോകത്തിൽ തനിം ജഡീകരായി ലൗകികരായി അനേകം ആയിരങ്ങൾ ഇന്ന് ജീവിക്കുകയാണ്. ഒരു ക്രൈസ്തവൻ എന്തിനാ വിളിക്കപ്പെട്ടിരിക്കുന്നത്? ക്രൈസ്തവന്റെ വിളിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനവും തിരുസഭയും വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധനം 2013 ഖണ്ഡികയിൽ സഭ എന്താണ് നമ്മോട് പറയുന്നത്? ഏതവസ്ഥയിലും ജീവിത വൃത്തിയിലുമുള്ള എല്ലാ ക്രൈസ്തവരും ക്രൈസ്തവ ജീവിതത്തിൻ്റെ പൂർണ്ണതയിലേക്കും സ്നേഹത്തിൻ്റെ പരിപൂർണതയിലേക്കും വിളിക്കപ്പെട്ടിരിക്കുന്നു. എല്ലാവരും വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നു.
എത്ര ശക്തമായ ഭാഷയിലാണ് സഭ നമ്മോട് പറയുന്നത്. ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ ജീവിതത്തിലേക്കാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്തോസിലെ സഭയോട് പറയുകയാണ്, താൻ എഴുതിയ 2-ാമത്തെ ലേഖനം 7-ാം അധ്യായം 1-ാം തിരുവാക്യം. എൻ്റെ ജീവിതത്തെ ഒരുപാട് സ്വാധീനിച്ച തിരുവചനമാണിത്. ഈ വാഗ്ദാനം നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിൽ നിന്ന് നാം നമ്മെ തന്നെ ശുദ്ധീകരിച്ച് ദൈവഭയത്തോടെ വിശുദ്ധി പരിപൂർണമാക്കുക. ഈ വാഗ്ദാനം നമുക്കുള്ളതിനാൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും ഉറപ്പുള്ളൊരു വാഗ്ദത്തമുണ്ട്. ഇത് നമ്മുടെ ജീവിതത്തിന് ആശ്വാസവും ആനന്ദവും നൽകുന്നു. എൻ്റെ സഹോദര സഹോദരി, ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും ഉറപ്പുള്ള വാഗ്ദത്തം എന്താ? അപ്പോസ്തലനായ യോഹന്നാൻ താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 25-ാം വചനം. അവൻ നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്, നിത്യജീവൻ. കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരിശുദ്ധിയിൽ തങ്ങളെ തന്നെ കാത്തു സൂക്ഷിക്കുന്ന തൻ്റെ വിശ്വസ്തരായ ആത്മാക്കൾക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും പവർഫുള്ളായ വാഗ്ദത്തം എന്ന് പറയുന്നത് നിത്യജീവനാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ സത്യം ഇന്ന് മറച്ചു വെച്ച് അനേകരെ പിശാച് അന്ധരാക്കിയിരിക്കുക, ജഡത്തിൽ കുടുക്കി നിത്യതയെ മറച്ചു. ഈ ലോകം കണ്ട്, ഈ ലോകത്തിന് നിറങ്ങള്, ഈ ലോകത്തിൻ്റെ വർണ്ണങ്ങള്, ലൗകിക സുഖങ്ങൾ നൽകുന്ന അതിൻ്റെ ആസ്വാദന അനുഭവങ്ങള്, ഇതിലേക്ക് മാത്രം ആകൃഷ്ടരായി ഈയാമ്പാറ്റകളെ പോലെ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഈയാമ്പാറ്റകളെ പോലെ ഈ വർണ്ണങ്ങളുടെ പുറകെ പരക്കം പാഞ്ഞ് നശിച്ചുകൊണ്ടിരിക്കുന്ന അനേകമായിരങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. പ്രിയപ്പെട്ടവരെ, മറന്നുപോകരുത്, നമുക്കുറപ്പുള്ളൊരു വാഗ്ദത്തമുണ്ട്, അത് നിത്യജീവനാണ്. വിശുദ്ധ ജീവിതത്തിനു വേണ്ടി സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്ന ഏറ്റവും മഹോന്നതമായ പ്രതിഫലമാണിത്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലോട്ട് നമുക്ക് വരാം. 49-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങൾ. നമ്മുടെ പൂർവ്വപിതാവായ യാക്കോബ് തൻ്റെ 12 ആൺമക്കളെയും തൻ്റെ അരികിലേക്ക് വിളിച്ച് അവരുടെ ജീവിതത്തിൽ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ദൈവത്തിൻ്റെ ആലോചനകൾ പ്രവചനാത്മാവിൽ അവരെ അറിയിക്കുകയാണ്. ഓരോ മക്കളെ യാക്കോബ് വിളിക്കും. റൂബ, ബെഞ്ചമിനെ, ജോസഫ്, നാഫ്തലി, ദാൻ, യൂദ, നിങ്ങൾ ഓരോരുത്തരും അപ്പനരികിലോട്ട് വാ. ഓരോ മക്കളും വരിവരിയായി വന്ന് അനുഗ്രഹം ഏറ്റുവാങ്ങുകയാണ്. തങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ദൈവപ്രവൃത്തി യാക്കോബ് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. യാക്കോബിൻ്റെ ഒരു മകനാണ് ലേവി. ലേവിയുടെ പ്രത്യേകത, അവൻ തൻ്റെ ജീവിതത്തിൽ അപ്പനെയും തൻ്റെ കുടുംബത്തെയും കണ്ണീരിൽ ആഴ്ത്തിയ ഒരു സംഭവം ലേവിയുടെ ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട സഹോദരി ദീനയെ അപമാനിച്ച ഒരു വ്യക്തിയെയും അവൻ്റെ കുടുംബത്തെയും ചുട്ടരിച്ച് ലേവി കൊന്നുകളയുകയാണ്. ലേവിയുടെ ഈ വിവേകമില്ലാത്ത പ്രവൃത്തി മൂലം ആ നാട്ടിൽ യാക്കോബിന് പേരുദോഷമുണ്ടായി. അവരുടെ കുടുംബത്തിന് വലിയ ദുഃഖമുണ്ടാവുകയാണ്. ലേവി അനുഗ്രഹം ഏറ്റുവാങ്ങാൻ വേണ്ടി വന്നപ്പോൾ വചനം വെളിപ്പെടുത്തുന്നു, അവൻ അനുഗ്രഹം സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. കാരണം അക്രമത്തിൻ്റെയും വാളിൻ്റെയും ജീവിതമായിരുന്നു ലേവിയുടെ ജീവിതം. അനുഗ്രഹത്തിന് പകരം അവൻ ഏറ്റുവാങ്ങാൻ കഴിഞ്ഞത് തകർച്ചകളായിരുന്നു. തൻ്റെ മറ്റ് സഹോദരങ്ങളെല്ലാം അനുഗ്രഹം വാങ്ങി സന്തോഷത്തോടെ തിരിച്ചു പോകുമ്പോൾ ലേവി ദുഃഖിതനായി. അവൻ ഏറ്റവും പിന്നിറയിലേക്ക് തള്ളപ്പെടുകയാണ്. അവൻ്റെ സഹോദരന്മാർ അവനോട് ചോദിച്ചു, നീ അപ്പനെ കരയിപ്പിച്ചവനല്ലേ? കുടുംബത്തിന് അപമാനമുണ്ടാക്കിയവനല്ലേ? ഇത് ലേവിയുടെ ജീവിതത്തിൽ ആഴ്ന്നിറങ്ങുകയാണ്. എൻ്റെ സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില തകർച്ചകൾ, ദുരിതങ്ങൾ,
ചില പരാജയങ്ങൾ നമ്മെ അടിമുടി മാറ്റിക്കളയും, നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. ലേവിക്കും ഇത് തന്നെ നമ്മോട് പറയാനുള്ളത്. ഈ ദുരന്തം ലേവി ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റി. അവൻ തീരുമാനമെടുത്തു, ഞാനൊരു പുതിയ മനുഷ്യനായി ജീവിക്കും, ഞാനൊരു അനുഗ്രഹമായി ജീവിക്കും, അനേകർക്ക് ഞാൻ കൃപയുടെ അടയാളമായിട്ട് മാറും. തുടർന്ന് വരുന്ന വചനങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ കാണാൻ പറ്റും. പുറപ്പാടിൻ്റെ പുസ്തകം 32-ാം അധ്യായത്തിലോട്ട് വരാം. അവിടെ ഇസ്രായേൽ ജനം വിളിച്ചു പറയും, ഈജിപ്തിൽ ഞങ്ങളെ ഇറക്കിക്കൊണ്ടുവന്ന മോശ എന്ന മനുഷ്യനെ എന്താണ് സംഭവിച്ചത് ഞങ്ങൾക്ക് അറിയത്തില്ല. അവർ അഹറോനെ നോക്കിക്കൊണ്ട് പറയും, ഞങ്ങളെ നയിക്കുവാൻ ദേവന്മാരെ ഉണ്ടാക്കി തരിക, ഞങ്ങൾക്ക് ദേവന്മാരെ വേണം. ഈ ജനത്തിൻ്റെ മുറവിളി കേട്ട് അഹ്റോൻ പറയും, നിങ്ങളുടെ കൈകളിലുള്ള സ്വർണവും വെള്ളിയും മറ്റാഭരണങ്ങളൊക്കെ എൻ്റെ അടുത്ത് കൊണ്ടുവരിക. ജനത്തിൻ്റെ നിർബന്ധം മൂലം ഈ ആഭരണങ്ങൾ ഒരു മൂശയിലിട്ടുരുക്കി ഒരു കാളക്കുട്ടിയെ അഹ്റോൻ അവർക്ക് ഉണ്ടാക്കി കൊടുത്തു. ഈ കാളക്കുട്ടിയെ കണ്ടപ്പോൾ ഇസ്രായേൽ ജനം ഒന്നടങ്കം ആർപ്പോടെ വിളിച്ചു പറയും, ഇതാ ഈജിപ്തിൽ നിന്ന് നമ്മെ കൊണ്ടുവന്ന ദേവന്മാരെ, ഈ ദേവന്മാരാണ് ഈജിപ്തിൽ നിന്ന് ഞങ്ങളെ കൊണ്ടുവന്നത്. അവർ കർത്താവിൻ്റെ മഹത്വത്തെ ദുഷിപ്പിക്കുകയാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ കർത്താവിൻ്റെ ഹൃദയത്തെ കീറിമുറിക്കുന്നൊരു അനുഭവം. ദൈവത്തിൻ്റെ മഹത്വം ആ കാളക്കുട്ടിക്ക് അവർ കൊടുക്കുകയാണ്. ഇതിനു ശേഷം 6-ാം വചനത്തിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, അവർ ഈ കാളക്കുട്ടിയുടെ മുമ്പിൽ യാഗങ്ങൾ അർപ്പിച്ച് തിന്നും കുടിച്ചും അവർ വിനോദങ്ങളിൽ ഏർപ്പെട്ടു, ആഭാസ നൃത്തങ്ങൾ ചെയ്ത് സ്ത്രീ പുരുഷ ഭേദ്യമെന്നെ ലൈംഗിക ചൊവ്വയുള്ള നൃത്തങ്ങൾ ചെയ്ത് അവർ ദൈവത്തിൻ്റെ പരിശുദ്ധിയെ കളങ്കപ്പെടുത്തുകയാണ്. അവർ ഉടമ്പടി ലംഘിക്കുകയാണ്. ആ രംഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. ഈ കാലഘട്ടത്തിലും പിശാച് ഈ പുതിയ തലമുറയെ നശിപ്പിക്കാൻ വേണ്ടി ഇതുപോലുള്ള ചില ആഭാസ നൃത്തങ്ങൾ ഈ കാലഘട്ടത്തിലും ഉയർത്തിക്കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആത്മാവിൽ പറയട്ടെ, ഓരോ ക്രൈസ്തവനും വിളിക്കപ്പെട്ടിരിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടിയാണ്. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും വിശുദ്ധിയോടെ ജീവിച്ച് നിത്യജീവൻ ലക്ഷ്യമാക്കി വളരണം. അല്പം കഴിഞ്ഞപ്പോൾ കർത്താവിൽ നിന്ന് 10 കൽപ്പനകൾ സ്വീകരിച്ച് സീനായ് മലയിൽ നിന്ന് മോശ ഇറങ്ങി വരികയാണ്. മോശ ഇറങ്ങി വരുന്ന രംഗങ്ങൾ നിങ്ങൾ പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ച്. മോശ കാണുന്നത് ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേല് ഉടമ്പടി ലംഘിച്ച് ആഭാസ നൃത്തങ്ങൾ ചെയ്ത് മ്ലേച്ഛകരമായ ചേഷ്ടകളിലൂടെ പ്രവൃത്തികളിലൂടെ കർത്താവിൻ്റെ നാമത്തെ ദുഷിക്കുന്നതാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ മ്ലേച്ഛകരമായ പ്രവൃത്തികളിൽ ഏർപ്പെടാതെ ലേവി ഗോത്രം മാത്രം മാറി നിൽക്കുകയാണ്. കർത്താവിനോടുള്ള സമർപ്പണത്തിൽ, കർത്താവിൻ്റെ പരിശുദ്ധിയിൽ തങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ഈ വെറിക്കൂത്തുകളിൽ പങ്കാളികളാകാതെ ലേവി ഗോത്രം അവർ മാറി നിൽക്കുകയാണ്. നിങ്ങളെ രംഗം ശ്രദ്ധിച്ചു നോക്കിയേ. ഞാൻ ആത്മാവിൽ പറയട്ടെ, ദൈവത്തിൻ്റെ ജനം വിശുദ്ധിയും വേർപാടുമുള്ള ജനമാണ്. ഈ ലോകത്തിൻ്റെ കുത്തൊഴുക്കിൽ, ഈ ലോകം കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളിൽ പങ്കാളികളായി എങ്ങനെയെങ്കിലും ജീവിക്കാൻ വിളിക്കപ്പെട്ടവരല്ല ഞാനും നിങ്ങളും. നമ്മൾ നിത്യതയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. ലേവിയുടെ ജീവിതം മാറി മറയുകയാണ്. മറ്റു ഗോത്രങ്ങളൊക്കെ പാപം ചെയ്ത് കർത്താവിനെ വേദനിപ്പിച്ചപ്പോൾ ലേവി ഗോത്രം മാത്രം വിശുദ്ധിയോടെ നിൽക്കുകയാണ്. ഈ സമയം മോശ വിളിച്ചു പറയും, കർത്താവിൻ്റെ പക്ഷത്തുള്ളവർ എൻ്റെ അരികിലോട്ട് വരട്ടെ. ഇത് നിർണായകമായ ഒരു തീരുമാനമാണ്. കർത്താവിൻ്റെ പക്ഷത്തുള്ളവർ എൻ്റെ അരികിലോട്ട് വരട്ടെ. ഇത് കേട്ട മാത്രയിൽ മറ്റു ഗോത്രങ്ങളൊക്കെ അസ്വസ്ഥരായി, ഭയചകിതരായി. എന്നാൽ ലേവി ഗോത്രം മാത്രം ആനന്ദിക്കുകയാണ്, അവർ സന്തോഷിക്കുകയാണ്.
അവരുടെ വിശുദ്ധ ജീവിതത്തിന് ദൈവം കൊടുക്കുന്ന പ്രതിഫലം നിങ്ങൾ നോക്കിക്കണ്ടേ. Who is on the Lord's side? Let him come to me. ആ ജനക്കൂട്ടത്തിനിടയിലൂടെ ഇതാ ലേവി ഗോത്രം മാത്രം മുൻപിലോട്ട് വരികയാണ്. ഏറ്റവും പിന്നറയിലായിരുന്ന ലേവി മറ്റുള്ളവരെയെല്ലാം തള്ളിമാറ്റി ഇതാ മുൻനിരയിലോട്ട് വരികയാണ്. മോശയുടെ അരികിലെത്തുകയാണ്. God മോശയുടെ has set ചുറ്റും before you this day അണിനിരക്കുകയാണ്. his laws നിങ്ങൾ of ശ്രദ്ധിച്ചു life നോക്കി ഈ രംഗങ്ങൾ. and good. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു വലിയ സത്യം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിൽ ഇതുപോലെ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ ലോകത്തിൻ്റെ കളങ്കമേൽക്കാതെ തങ്ങളുടെ വസ്ത്രങ്ങളെ വെണ്മയുള്ളവരാക്കി സൂക്ഷിച്ചവർക്ക് കർത്താവ് പ്രതിഫലം നൽകും. ഹെബ്രായ പുസ്തകം 9:28 എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? അവൻ വീണ്ടും വരും. കർത്താവായ യേശു ക്രിസ്തു വീണ്ടും വരും. ഇതൊരു മുത്തശ്ശി കഥയല്ല, ഇത് ഒരു നേരം പോക്കല്ല. യേശു ക്രിസ്തു വീണ്ടും വരുമെന്നുള്ളത് ഒരു വലിയ നിത്യസത്യമാണ്. യേശു വീണ്ടും വരുന്നത് പാപപരിഹാരത്തമല്ല, തനാകാംക്ഷപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി, ഈ ലോകത്തിന്റെ കളങ്കമേൽക്കാതെ തൻ്റെ പരിശുദ്ധിയിൽ തങ്ങളെ തന്നെ സൂക്ഷിച്ചവരെ സംരക്ഷിക്കുവാൻ വേണ്ടി, തൻ്റെ നിത്യമഹത്വത്തിൽ തന്നോടൊപ്പം അവരെ ചേർക്കുവാൻ വേണ്ടി അവൻ വീണ്ടും വരും. അവൻ വീണ്ടും വരും. സീനായ് മലമുകൾ ഇറങ്ങി മോശ വന്നതുപോലെ യേശു വീണ്ടും വരും. അത് അനേകർക്ക് ഭയാനകമായി, അനേകർക്ക് വേദനയും ദുഃഖവുമായി മാറുമ്പോൾ കർത്താവിൻ്റെ വിശുദ്ധിയിൽ തങ്ങളെ തന്നെ സൂക്ഷിച്ച വിശ്വസ്തരായ ആത്മാക്കൾക്ക് അത് ഏറ്റവും ആനന്ദത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിനമായിരിക്കും. കർത്താവിൻ്റെ ദിനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. തൻ്റെ കയ്യിലിരിക്കുന്ന ആ കൽപ്പലകൾ എടുത്ത് ആ കാളക്കുട്ടിയുടെ മേൽ അത് വലിച്ചെറിയുക. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ. Those who will not live by the law shall die by the law. എൻ്റെ സഹോദര സഹോദരി, ഇത് തന്നെയാണ് അന്ത്യവിധിയിലും സംഭവിക്കുന്നത്. കർത്താവിനെ സ്നേഹിച്ച, കർത്താവിനോട് വിശ്വസ്തത പുലർത്തിയ, കർത്താവിൻ്റെ പരിശുദ്ധിയിൽ തങ്ങളെ തന്നെ കാത്തു സൂക്ഷിച്ചവരെ അവിടുന്ന് ഇതുപോലെ സംരക്ഷിക്കും. വെളിപാടിൻ്റെ പുസ്തകം 3:10 നമ്മൾ ഇരുന്ന് ചിന്തിക്കേണ്ട വചനമാണത്. സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിലുണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കും. എന്തുറപ്പുള്ള വാഗ്ദത്തമാണിത്. വിശുദ്ധിയോടെ ജീവിച്ച ഓരാത്മാവിനെയും നോക്കി എന്താ കർത്താവ് പറയുന്നത്? ഈ ലോകത്തിലുണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ, ദുരിതങ്ങളുടെ, അക്രമങ്ങളുടെ, പീഡനങ്ങളുടെ കാലത്ത് ഞാൻ നിങ്ങളെ സംരക്ഷിക്കും, ഞാൻ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദത്തങ്ങളിൽ നമ്മുടെ മനസ്സുറയ്ക്കണം. വിശുദ്ധ ജീവിതം പാടല്ല, അതിന് വലിയ പ്രതിഫലമുണ്ട്. ഈ സത്യം നമ്മൾ തിരിച്ചറിയുക. ഈ കാലഘട്ടത്തിലും വിശുദ്ധിയോടെ ജീവിച്ച അനേകം വിശുദ്ധാത്മാക്കളെ നമുക്ക് സഭയിൽ കാണാൻ പറ്റും. നമ്മുടെ കാലഘട്ടത്തിൽ ദൈവം ഉയർത്തിയ വലിയൊരു വിശുദ്ധനാണ് വിശുദ്ധനായ പേദ്രോ പിയോ. വിശുദ്ധ ജീവിതത്തിന് ശക്തി എന്തുമാത്രം വലുതാണെന്ന് ഈ പുതിയ തലമുറയെ പഠിപ്പിക്കാൻ ഇതുപോലെ അനേകം വിശുദ്ധാത്മാക്കളെ കർത്താവ് സഭയിൽ ഉയർത്തിയിരിക്കുക. 55 വർഷം കഴിഞ്ഞിട്ടും ആ ശരീരം ഇന്നും അഴുകിപ്പോയിട്ടില്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, എൻ്റെ പരിശുദ്ധൻ ജീർണിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. വിശുദ്ധ ജീവിതം പാഴല്ല, അതിന് വലിയ പ്രതിഫലമുണ്ടെന്ന് ഞാൻ നിങ്ങളും തിരിച്ചറിയുക. പക്ഷെ പേദ്രോ പിയോയുടെ ഭൗതിക ശരീരം ഇന്നും അഴുങ്ങാതെ എത്ര പൂജ്യമായിട്ടാണ് കർത്താവ് അതിനെ കാത്തത്. നിങ്ങൾ
വളരെ ആനന്ദത്തോടെ ആ രംഗങ്ങൾ ശ്രദ്ധിച്ചേ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തിന്റെ കുത്തൊഴുക്കിൽപ്പെട്ട്, ഈ ലോകത്തിന്റെ തിന്മകളിൽപ്പെട്ട് നമ്മൾ സ്വയം നശിക്കാതെ നിത്യതയെ ദർശിച്ച് വിശുദ്ധിയോടെ ജീവിക്കുക. ആ ജീവിതത്തിന് വലിയൊരു പ്രതിഫലം കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു, നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ചു. സ്നേഹമേ, ദിവ്യ സ്നേഹമേ, നിത്യജീവനായി എന്നിൽ വാഴണേ. ദീപമേ, സത്യദീപമേ, ദിവ്യശോഭയായി എന്നിൽ തെളിയണേ. പരമപരിശുദ്ധനായ കർത്താവേ, തിരുസാന്നിധ്യത്തിന്റെ മുൻപിൽ ഞങ്ങളെല്ലാവരും കടന്നു വന്നിരിക്കുകയാണ്. ആയിരിക്കുന്നിടത്ത് നമ്മൾ മുട്ടുകുത്തി പരിശുദ്ധ കുർബാനയിൽ കണ്ണുകൾ ഉറപ്പിച്ച് ഇരുകരങ്ങൾ യാചനാപൂർവ്വം നമുക്ക് തുറന്നു പിടിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിച്ചു വിശുദ്ധിക്കുള്ള പ്രതിഫലം. കർത്താവേ, എൻ്റെ കുടുംബത്തെ കഴുകണമേ, എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ, എല്ലാവിധ ലൗകികതകളിൽ നിന്നും ജഡീകതകളിൽ നിന്നും എന്നെ കഴുകി വെടിപ്പുള്ളവനാക്കണമേ. ഹൃദയം തുടങ്ങി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ലോകം കണ്ടുകൊണ്ടല്ല, സ്വർഗം കണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള ആത്മനിറവിനായി ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്താം. അനേകം രോഗികൾ അത്ഭുത സൗഖ്യം പ്രാപിക്കുന്നു. അനേകം കുടുംബങ്ങളിലേക്ക് ദൈവാനുഗ്രഹത്തിന് പകർച്ചയുണ്ടാകുന്നു. അനേകം വ്യക്തികളെ കർത്താവ് ഈ സമയം സ്പർശിക്കുകയാണ്. മക്കളില്ലാത്ത ദമ്പതികളിലേക്ക് തലമുറകളെന്ന് നൽകുന്നു. വർഷങ്ങളായി വിവിധങ്ങളായ തകർച്ചകൾ മൂലം വേദനിക്കുന്ന പതിനായിരങ്ങളെ കർത്താവ് തന്റെ വചനത്താൽ ബലപ്പെടുത്തുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. യേശുവേ, ആത്മാവിനെ അയക്കണമേ, ഞങ്ങൾക്കാരിതാ ഒരുങ്ങി. ആത്മാവിനെ അയക്കണമേ, ഞങ്ങൾക്കാരിതാ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. വിശുദ്ധിക്ക് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. ഈ ലോകത്തിന്റെ സകല മലിനതകളിൽ നിന്നും, ഈ ലോകത്തിന്റെ കറയിൽ നിന്നും നമ്മുടെ തലമുറ വിശുദ്ധീകരിക്കപ്പെടുവാൻ, നമ്മുടെ കുടുംബം വിശുദ്ധീകരിക്കപ്പെടുവാൻ, നമ്മുടെ ജീവിതങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാൻ നിലവിളിച്ചു പ്രാർത്ഥിക്കുന്നു. യേശുവേ, പ്രവർത്തിക്കണമേ, പ്രവർത്തിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങനെ സ്വന്തമാക്കണമേ. അനേകർക്ക് ഒരു അനുഗ്രഹമായി ഞങ്ങളുടെ ജീവിതങ്ങളെ ഉയർത്തണമേ. ആരാധന, ആരാധന, ആരാധന. യേശുവേ നന്ദി, പിതാവേ നന്ദി. അടുത്ത ആഴ്ചയിൽ ദൈവവചനത്തിൽ നമ്മൾ ധ്യാനിക്കുന്നത് അവസാന വാക്ക് കർത്താവിൻ്റെതാണ്. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥനാപൂർവം നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ, മഹത്വമേ, മഹത്വത്തിൻ രാജാവേ,